വെൽക്കം ടു മാസ്റ്റർ കീ അക്കാഡമി. മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കാണ് തുടങ്ങാൻ പോകുന്നത്. നമ്മൾ HSI നാച്ചുറൽ സയൻസിൻ്റെ അതായത് നമ്മുടെ പാർട്ട് ബി പോർഷനിലേക്ക് വരുമ്പോൾ, അതായത് നമ്മുടെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പോർഷനിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ മൊഡ്യൂളായിട്ടുള്ള ആനിമൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ പറയുന്ന ടോപ്പിക് അല്ലെങ്കിൽ ആനിമൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ അതായത് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മജോറിറ്റിയും വരിക. ഇതിനകത്തൊരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുകയാണ്. ഇതിൽ 5% ക്വസ്റ്റ്യനും എന്താണ്, ഒരു 5 ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് മജോറിറ്റിയും ചോദിക്കുക ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിരിക്കും. സോ നമുക്ക് സിലബസ് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നതായിരിക്കും ഒരു 5% ക്വസ്റ്റ്യൻസ്, ഒരു പകുതി ക്വസ്റ്റ്യൻസ്. ബാക്കി പകുതി ക്വസ്റ്റ്യൻസ് എന്ന് വരുന്നത് ഇതിനകത്ത് നമുക്ക് ഓർമ്മയിലുള്ള കാര്യങ്ങൾ എഴുതാനുള്ളതാണ്. സോ നമുക്കിത് ആനിമൽ ഡൈവേഴ്സിറ്റി പറയുന്ന എല്ലാവരും അല്ലെങ്കിൽ ആ ക്ലാസിഫിക്കേഷൻ ടോപ്പിക്ക് പറയുമ്പോൾ എല്ലാവരും പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണെന്നാണ് പറയുന്നത്. പക്ഷേ ഭയങ്കര ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻട്രോ പാർട്ട് പറയാതെ ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം, ആനിമൽ ഡൈവേഴ്സിറ്റി. അപ്പോൾ ആനിമൽ ഡൈവേഴ്സിറ്റിയെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം ഈ പറയുന്ന ഓർഗാനിസത്തിനെ ക്ലാസിഫിക്കേഷൻ ഒന്നും ചെയ്യാതെ, അതായത് ആദ്യകാലങ്ങളിൽ ക്ലാസിഫിക്കേഷൻ ഒന്നും ചെയ്യാതെ ഓർഗാനിസത്തിനെ പറ്റി പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ഓർഗാനിസത്തിനെ ക്ലാസിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യകത എന്താണെന്ന് വെച്ചാൽ, ക്ലാസിഫിക്കേഷൻ ശരിക്കും ഇവിടെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ആനിമൽ ഡൈവേഴ്സിറ്റിയാണ് പറഞ്ഞു പോകേണ്ടത്. നമ്മുടെ ബാക്കിയുള്ള പോർഷനിൽ വരുമ്പോൾ, ബോട്ടണി പോർഷനിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്, ക്ലാസിഫിക്കേഷൻ ചെയ്തത് ആരൊക്കെയാണ്. എന്നാലും പക്ഷേ നമ്മൾ ആനിമൽ ഡൈവേഴ്സിറ്റി പറയുമ്പോൾ ക്ലാസിഫിക്കേഷൻ ആദ്യം കുറച്ച് പറയാതെ നമുക്ക് പോകാൻ പറ്റില്ല. സോ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ആശയം, അതായത് ഓർഗാനിസത്തിനെ ഗ്രൂപ്പുകളാക്കുമ്പോൾ കുറച്ച് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്, അവരുടെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമുക്കറിയാൻ പറ്റും. കുറച്ചുകൂടി ഒരു അടുക്കും ചിട്ടി, അത് പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി അടുക്കും. നമ്മൾ ഒരു ഓർഡറിൽ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും അല്ലേ. മാത്രമല്ല ഓർഗാനിസത്തിന് വലിയ ഗ്രൂപ്പായിട്ട് പഠിക്കുന്നതിന് വരെ ഓരോ സിംഗിൾ ഗ്രൂപ്പുകളിലാക്കി പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പഠിക്കാൻ ഈസി ആയിരിക്കും, നമ്മുടെ സ്റ്റഡീസിനൊക്കെ എളുപ്പമായിരിക്കും എന്നൊക്കെയുള്ള കൺസെപ്റ്റ് വെച്ച് ഓർഗാനിസത്തിനെയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ജീവനുള്ളവയെല്ലാം ഗ്രൂപ്പുകളിലാക്കി തരത്തിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ വർഗീകരണത്തിൻ്റെ ഏറ്റവും ബേസായിട്ട് ആദ്യം അതിനൊരു അടിത്തറ നൽകിയ ആളാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ആൾ. ആരാണ്? അരിസ്റ്റോട്ടിലിനെ നമുക്ക് വേറൊരു രീതിയിൽ അറിയാം, ഫാദർ ഓഫ് സുവോളജി ആണ് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് അല്ലേ. ഫാദർ ഓഫ് സുവോളജി ആയിട്ടുള്ള അരിസ്റ്റോട്ടിലാണ് ഫാദർ ഓഫ് സുവോളജി ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. അരിസ്റ്റോട്ടിലാണ് ഈ വർഗീകരണം അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷന് ആദ്യമായിട്ടൊരു അടിത്തറ പാകിയാണ്. അദ്ദേഹം എന്താ ചെയ്തത്, അദ്ദേഹം സസ്യങ്ങളെ ജന്തുക്കളെ രണ്ടായിട്ട് തന്നെ ക്ലാസിഫിക്കേഷൻ നടത്തി. അദ്ദേഹം സസ്യങ്ങളെ ഔഷധികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ എന്നിങ്ങനെ 3 ഗ്രൂപ്പായിട്ടങ്ങ് തിരിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു, സസ്യങ്ങളുണ്ട്, നമുക്ക് ഈ സസ്യങ്ങളെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഔഷധികൾ, കുറ്റിച്ചെടികൾ, ട്രീസ്. ഓക്കെ, മരങ്ങൾ, ഔഷധികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ, ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. മാത്രമല്ല ഓർഗാനിസ് അല്ലെങ്കിൽ ജന്തുക്കളെ, ആനിമൽസിനെ എങ്ങനെ ചെയ്തു, ജന്തുക്കളെ അദ്ദേഹം 2ആയിട്ടാണ് തിരിച്ചത്. ജന്തുക്കൾ ചുവന്ന രക്തമുള്ളവ, ചുവന്ന രക്തം ഇല്ലാത്തവ, റെഡ് ബ്ലഡ് സെൽസ് ഉള്ളവ അല്ലെങ്കിൽ റെഡ് കളർഡ് ബ്ലഡ് ഉള്ളവ അല്ലെങ്കിൽ ചുവന്ന രക്തമില്ലാത്തവ, അങ്ങനെ 2ആയിട്ട് തിരിച്ചു. ഔഷധികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ എന്നിങ്ങനെ സസ്യങ്ങളെ 3ആയിട്ട് തിരിച്ചു. അപ്പം നിങ്ങളോട് നാളെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഈ ക്വസ്റ്റ്യൻ നേരത്തെ എവിടെയോ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സസ്യങ്ങളെ ഔഷധികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ എന്നിങ്ങനെ ക്ലാസിഫിക്കേഷൻ ചെയ്തത് ആരാണ്, അല്ലെങ്കിൽ ജന്തുക്കളെ രക്തമുള്ളവ അല്ലെ ചുവന്ന രക്തമുള്ളവ, ചുവന്ന രക്തമില്ലാത്തവ എന്ന് ക്ലാസിഫിക്കേഷൻ ചെയ്ത ആരാണ്, നമ്മുടെ ഫാദർ ഓഫ് സുവോളജി ആയിട്ട് അറിയപ്പെടുന്ന അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹമായിരുന്നു ഈ ക്ലാസിഫിക്കേഷൻ ചെയ്തത്. അത് മാത്രമല്ല അദ്ദേഹമാണ് ഈ പറയുന്ന നമ്മുടെ ക്ലാസിഫിക്കേഷൻ അല്ലെ വർഗീകരണത്തിന് ഒരു അടിത്തറ പാകിയതെന്ന് നമുക്ക് പറയാം. അതിനുശേഷം എന്ത് പറ്റി, അരിസ്റ്റോട്ടലിൻ്റെ കാലം കഴിഞ്ഞ് അല്ലെങ്കിൽ അരിസ്റ്റോട്ടലിൻ്റെ ഈ ക്ലാസിഫിക്കേഷൻ നമുക്ക് അത്യാവശ്യം ഓർഗാനിസത്തിനെ എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല അല്ലേ. മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, പിന്നെ മാത്രമല്ല ആൽഗകൾ, അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഈ പറയുന്ന ക്ലാസിഫിക്കേഷന് പുറത്താണ്. അതുകൊണ്ട്
അതിനെ ആൾക്കാരിങ്ങനെ എതിർത്ത്, കുറേ ആൾക്കാരൊക്കെ എതിർത്തു, ഈ ക്ലാസിഫിക്കേഷൻ പോരാ എന്ന് പറഞ്ഞു വന്നപ്പോൾ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ രീതി വന്നു. അതാണ് നമ്മുടെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരായിരുന്നു കൊണ്ടുവന്നത്? കോൾ ലിനേഴ്സ് എന്ന് പറയുന്ന ആളാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ രണ്ട് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കൊണ്ടുവന്നത്. അദ്ദേഹം അത് കൊണ്ടുവന്നത് നമ്മുടെ കോൾ ലിനേഴ്സ് എന്ന് പറയുന്ന നോമൻക്ലേച്ചറൊക്കെ കൊണ്ടുവന്ന ആളായിരുന്നു ഈ പറയുന്ന ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. ലിനേഴ്സിൻ്റെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ അങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറക്കത്തില്ല. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? ലിനേഴ്സിൻ്റെ കാലഘട്ടത്തിൽ എല്ലാ സസ്യങ്ങളെയും ഉൾപ്പെടുത്തി പ്ലാന്റ് എന്നും ജന്തുക്കളെ ഉൾപ്പെടുത്തി ആനിമേലിയ എന്നുമുള്ള രണ്ട് കിങ്ഡം വർഗീകരണ രീതി കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? പ്ലാന്റ് എന്നും ആനിമേലിയ എന്നും രണ്ട് ഗ്രൂപ്പായിട്ട് ഈ പറയുന്ന ജന്തുക്കളെയും സസ്യങ്ങളെയും രണ്ട് ഗ്രൂപ്പാക്കി കൊണ്ട് ക്ലാസിഫിക്കേഷൻ ചെയ്തു. അതിനാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ അതാരായിരുന്നു ആവിഷ്കരിച്ചത്? കോൾ ലിനേഴ്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് അല്ലേ. ജീവികളെ സസ്യങ്ങളെന്നും ജന്തുക്കളെന്നും വർഗീകരിക്കുവാനും മനസ്സിലാക്കുവാനും എളുപ്പമായിരുന്നുവെങ്കിലും ധാരാളം ജീവികൾ ഈ രണ്ട് വിഭാഗത്തിൽ ഉൾപ്പെടാതെ നിന്നിരുന്നു. അതിനാൽ വളരെ കാലമായി ഉപയോഗിച്ച് വന്നിരുന്ന ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നില്ലേ. കുറേ ആൾക്കാർ പിന്നെയും പുറത്തുണ്ട്. മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, ഫേൺസ് ഉണ്ട്, അതേപോലെ ആൽഗകളുണ്ട്. ഇവരൊന്നും ഈ ക്ലാസിഫിക്കേഷൻ രീതിക്കകത്ത് വരുന്നുണ്ടായിരുന്നില്ല. സോ എന്ത് ചെയ്തു? ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ രീതിയെയും തള്ളിക്കളയേണ്ടി വന്നു. കാരണം എന്തൊക്കെയായിരുന്നു? ബാഹ്യഘടന മാത്രമല്ലാതെ സെല്ലിൻ്റെ ഘടന, കോശഘടന, കോശഭിത്തി, പിന്നെ അതേപോലെ പോഷണ രീതി, ആവാസ വ്യവസ്ഥ, പ്രത്യുൽപാദന രീതി, അതേപോലെ പരിണാമ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ഇല്ലേ, എവല്യൂഷണറി റിലേഷൻഷിപ്പ്, ഇവ കൂടി ക്ലാസിഫിക്കേഷന് അടിസ്ഥാനമാക്കണമെന്ന് കുറേ ആൾക്കാർ വന്ന് അഭിപ്രായപ്പെട്ടു. അപ്പം എന്താ ഈ പറയുന്ന ഇവിടെ എന്തായിരുന്നു? ഇവർ ബാഹ്യഘടനയ്ക്കനുസരിച്ചാണ് ഈ പറയുന്ന ആനിമൽസും പ്ലാന്റ്സുമായിട്ട് തിരിച്ചത്. പക്ഷെ കുറേ ആൾക്കാർ പുറത്തുണ്ട്. ഇതിനകത്ത് മാത്രമല്ല, ഇതിൻ്റെ സെൽസിന് വ്യത്യാസങ്ങളുണ്ട്. സോ ഇത് മാത്രമല്ല, ഇതിന് കുറച്ചുകൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തി കോശഘടന, അതേപോലെ കോശഭിത്തിയുടെ പ്രകൃതം, പോഷണ രീതി, ആവാസ വ്യവസ്ഥ, അതേപോലെ പ്രത്യുൽപാദന രീതി, അതേപോലെ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ്, ഇതെല്ലാം കണക്കാക്കിക്കൊണ്ട് വേണം ക്ലാസിഫിക്കേഷൻ നടത്തേണ്ടതെന്നുള്ള ഒരു ആർഗ്യുമെൻ്റ് വന്നു. അതിൻ്റെ പരിണാമ ഫലമായിട്ടുണ്ടായതായിരുന്നു നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇതാണ് നമ്മുടെ സിലബസിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ് ആവിഷ്കരിച്ചത്? നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് അല്ലേ. R.H. വിറ്റാക്കറിൻ്റെ ആയിരുന്നു ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. R.H. വിറ്റാക്കർ 1969 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിക്കുന്നത്. അതേപോലെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ആരൊക്കെ വരുന്നുണ്ട്? മൊണീറ വരുന്നുണ്ട്, പ്രോട്ടിസ്റ്റ, ഫഞ്ച്, പ്ലാന്റ് ആൻഡ് ആനിമേലിയ, ഇങ്ങനെ 5 കിങ്ഡംസ് ആയിട്ടാണ് ഡിവിഷൻ നടന്നത്. അതിൽ ഈ മൊണീറ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആയിട്ടുള്ള പ്രോക്യാരിയോട്സ് വരുന്ന ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ സിംഗിൾ സെൽസ് ഉള്ള പ്രോക്യാരിയോട്സും യൂക്യാരിയോട്സ് എന്താ? അത് നിങ്ങൾക്ക് ഇനിയും നിങ്ങൾ പോകെ പഠിക്കും. അല്ല, നമ്മൾ ബേസായിട്ട് പഠിച്ച് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പ്രൊക്കാരിയോട്സിൻ്റെ കേസിൽ വരുമ്പോൾ അവർക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല, അതേപോലെ തന്നെ സെൽ ഓർഗനൽസ് ഒക്കെ പ്രിമിറ്റീവ് ഫോം ആയിരിക്കും ഇല്ലേ. പക്ഷേ യൂക്യാരിയോട്സിൻ്റെ കേസിൽ വരുമ്പോഴോ അവർക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് അല്ലെ ട്രൂ ന്യൂക്ലിയസ് ഉള്ളവരാണ് ഈ പറഞ്ഞ യൂക്യാരിയോട്സ് എന്ന് പറയുന്നത്. സോ മൊണീറ എന്ന് പറയുന്ന യൂണിസെല്ലുലാർ ഓർഗാനിസത്തെ ആദ്യത്തെ കിങ്ഡമായിട്ട് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ R.H. വിറ്റാക്കർ മാറ്റി. നെക്സ്റ്റ് എന്ത് ചെയ്തു? പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്സ് വന്നു. നെക്സ്റ്റ് പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്സ് വന്നു. ബാക്കി ഫഞ്ച്, പ്ലാന്റ്, ആനിമേലിയ എന്ന് പറയുന്ന 3 കിങ്ഡം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം മൾട്ടി സെല്ലുലാർ യൂക്യാരിയോട്സ് ആണ്. സോ ആദ്യം 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ രീതി അല്ലെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ രീതി കൊണ്ടുവന്നത് നമ്മുടെ R.H. വിറ്റാക്കർ ആണ്. അദ്ദേഹം മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ച്, പ്ലാന്റ് ആൻഡ് ആനിമേലിയ ഇങ്ങനെ 5 കിങ്ഡമായിട്ട് നമ്മുടെ എല്ലാ ഓർഗാനിസത്തിനും ഹോൾ ഓർഗാനിസത്തിൽ ഇൻക്ലൂഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിനെ ഡിവിഷൻ ചെയ്ത രീതിയാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോശഘടന,
കോശഘടന, ശരീരഘടനാ നിർമ്മാണം, പോഷണ രീതി, പ്രത്യുൽപാദനം, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ്, അതേപോലെ ഇവയൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ക്ലാസിഫിക്കേഷൻ ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇവരെല്ലാം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ പറയുന്ന 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ RH വിദ്യാർത്ഥികൾ കൊണ്ടുവന്നത്. ഇതിൽ നമുക്ക് പഠിക്കാൻ നമ്മുടെ ആദ്യത്തെ പോർഷനിൽ, അതായത് നമുക്ക് പിന്നെ പോകെ ഈ പറയുന്ന മോണിറേ ഫഞ്ചയൊക്കെ പഠിക്കാനുണ്ടെങ്കിൽ നമുക്ക് പഠിച്ചു തുടങ്ങാൻ നമ്മുടെ സിലബസിൽ HSA നാച്ചുറൽ സയൻസിൻ്റെ ഫസ്റ്റ് പോർഷനിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ള കിങ്ഡം പ്രോട്ടിസ്റ്റയും ആനിമേലിയയും മാത്രമല്ല ഇതിൽ എടുത്തു പറയാനുള്ള കാര്യം, നമ്മൾ ഈ പ്രോട്ടിസ്റ്റയുടെ കിങ്ഡം പ്രോട്ടിസ്റ്റ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ അതിനകത്ത് പറഞ്ഞു പോകാം. ഇത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് ഒരു 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ രീതിയും കൂടെ വന്നിട്ടുണ്ട്. 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അതൊന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, സിലബസിൽ പറഞ്ഞിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കുക. കോൾ ബൂസ് എന്ന് പറയുന്ന പോൾ വൂസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹമാണ് ഈ പറയുന്ന RH വിറ്റാത്കറിനെ പോലെയൊക്കെ ക്ലാസിഫിക്കേഷനിൽ സഹകരിച്ച ഒരാളായിരുന്നു കോൾ വൂസ്. 1990 ആണെന്ന് തോന്നുന്നു, ഒരു 90s ഒക്കെ ആയപ്പോഴാണെന്നാണ് എൻ്റെ വിശ്വാസം. 90s ഒക്കെ ആയ സമയത്തേക്കാണ് ഈ പറയുന്ന 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ രീതി വരുന്നത്. അതായത് ഈ പറയുന്ന നമ്മുടെ ആദ്യത്തെ ഈ പ്രോക്യാരിയോട്സ് എന്ന് പറയുന്ന മോണിറയുടെ ഗ്രൂപ്പിലൊക്കെ പെടുന്ന ആൾക്കാരെ എന്ത് ചെയ്തു, അദ്ദേഹം 2 ഡൊമൈനിലാക്കി തിരിച്ചു. ആർക്കി എന്നും ബാക്ടീരിയ എന്നും, ആർക്കി അതേപോലെ തന്നെ ബാക്ടീരിയ എന്നും ക്ലാസിഫിക്കേഷൻ ചെയ്തു. അതിനുശേഷം ബാക്കിയുള്ളവരെല്ലാം യൂക്യാരിയോട്ട എന്ന ഒരു ഡൊമൈനിലേക്ക് അങ്ങ് ക്ലാസിഫിക്കേഷൻ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷനിൽ എല്ലാ ഓർഗാനിസത്തിനെയും എടുത്തിട്ട് അതിനെ ആദ്യം 3 ഡൊമൈനിലായിട്ട് മാറ്റി. ഒന്നാമത്തെ ഡൊമൈനിൽ ആർക്കി എന്നും, രണ്ടാമത്തേതിനകത്ത് ബാക്ടീരിയ എന്നും, മൂന്നാമത്തേന് യൂക്യാരിയോട്ട എന്നും ഡിവൈഡ് ചെയ്തു. അതിനുശേഷം ബാക്കി ഈ പറയുന്ന ആൾക്കാരെല്ലാം ഈ പറയുന്ന ഡൊമൈനിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന കോൾ വൂസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ പറയുന്ന 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. അതുകൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് RH വിറ്റാത്കർ അല്ലെ, ആവിഷ്കരിച്ച ആളാണ് RH വിറ്റാത്കർ എന്ന് പറയുന്നത് മറന്നു പോകരുത്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ലിനേഴ്സ്. അപ്പോൾ ഓർഗാനിസത്തിന് ചുവന്ന രക്തമുള്ളവയെന്നും അല്ല ആനിമൽസിന് ചുവന്ന രക്തമുള്ളവയെന്നും ചുവന്ന രക്തം ഇല്ലാത്തവയെന്നും, സസ്യങ്ങളെ കുറ്റിച്ചെടികൾ, ഔഷധികൾ, മരങ്ങൾ എന്നും ക്ലാസിഫിക്കേഷൻ ചെയ്തത് നമ്മുടെ ഫാദർ ഓഫ് സുവോളജി ആയിട്ടുള്ള അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ആളായിരുന്നു. അതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ്റെ ഏറ്റവും ചെറിയ രീതി പറയാൻ വരുന്ന ബേസ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് പോവാണ്. കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്, കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ അംഗങ്ങൾ പ്രധാനമായിട്ടും ജലത്തിൽ ജീവിക്കുന്നതാണ്, അക്വാട്ടിക് ഓർഗാനിസംസ് ആണ് അല്ലേ, മെയിനായിട്ട് അക്വാട്ടിക് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ സസ്യങ്ങൾ, ജന്തുക്കൾ, ഫഞ്ചൈ എന്നീ കിങ്ഡങ്ങളിൽ ഉൾപ്പെടുന്ന ജീവികളെ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് ഈ കിങ്ഡം നിലനിൽക്കുന്നു. നമ്മളിങ്ങനെ പറഞ്ഞില്ലേ, ഇവർക്കിടയിൽ അല്ലെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് ഒക്കെ പറയുമ്പോൾ ഇവരുടെ ഈ പറയുന്ന കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ പെടുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന പ്ലാന്റേ ആയിട്ടും ആനിമേലിയ ആയിട്ടും അതേപോലെ തന്നെ ഫഞ്ചയൊക്കെ ആയിട്ടും ചില കണക്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് സസ്യങ്ങളെ, ജന്തുക്കളെ, ഫഞ്ച എന്നിവ തുടങ്ങിയിട്ടുള്ള കിങ്ഡവുമായിട്ട് ഒരു കണക്ഷൻ ഉള്ളവയാണെന്ന് പറയാം. മാത്രമല്ല യൂക്യാരിയോട്ടുകളായതിനാൽ പ്രോട്ടിസ്റ്റയുടെ കോശങ്ങൾക്ക് വ്യക്തമായ മർമ്മവും സ്ഥലത്താൽ പൊതിഞ്ഞ മറ്റു കോശാംഗങ്ങളും ഉണ്ടായിരിക്കും. അപ്പം യൂക്യാരിയോട്സിൻ്റെ കേസിലാണ് കൂടുതലായിട്ട് പ്രോട്ടിസ്റ്റയിലുള്ള ആൾക്കാരെല്ലാവരും വരുന്നത്. ഇതിനകത്ത് യൂണിസെല്ലുലാർ, ഇവിടെ ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്, യൂക്യാരിയോട്സ് ആണ് വരുന്നത് കേട്ടോ, പ്രോക്യാരിയോട്സ് അല്ല, യൂക്യാരിയോട്സ് ആണ് വരുന്നത്. ഓക്കെ,
അപ്പം കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ മജോറിറ്റി ആൾക്കാരും പ്രൊക്കാരിയോട്സ് ആയിട്ടുള്ളവരും വരുന്നുണ്ട്, മജോറിറ്റി ആൾക്കാരും യൂക്യാരിയോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കോശങ്ങൾക്ക് വ്യക്തമായ ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കില്ല. യൂക്യാരിയോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വ്യക്തമായിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, ന്യൂക്ലിയസ് ഉണ്ട്, അത് ന്യൂക്ലിയസിന് പറയുന്ന പേരാണ് മർമോ. സ്തരത്താൽ പൊതിഞ്ഞ കോശാംഗങ്ങളുമുണ്ട്, അതായത് സെൽവാളൊക്കെയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പ്രോക്യാരിയോട്സിൻ്റെ കേസിൽ പറയുമ്പോൾ അവർക്ക് അപ്പോൾ പ്രോക്യാരിയോട്സിൻ്റെ കേസല്ലേ നമ്മൾ പറഞ്ഞോളൂ. യൂക്യാരിയോട്ടുകളായതുകൊണ്ട് ഇവർക്ക് വ്യക്തമായിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്, അതേപോലെ തന്നെ ഇവർക്ക് വ്യക്തമായിട്ടുള്ള സ്തരത്താൽ പൊതിഞ്ഞിട്ടുള്ള എന്തുണ്ടാവും, കോശങ്ങളും ഉണ്ടായിരിക്കും. കോശത്തിന് സെൽവാളൊക്കെയുള്ള കറക്റ്റായിട്ടുള്ള കോശങ്ങളോട് അടങ്ങിയതാണ് നമ്മുടെ യൂക്യാരിയോട്സ് അല്ലെ പ്രോട്ടിസ്റ്റ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെന്ന് പറയാം. അതേപോലെ തന്നെ ചിലതിന് ഫ്ലജല്ലയോ സീലിയോ ഉണ്ട്. ഫ്ലജല്ലയുടെ സീലിയയുടെ ആവശ്യം എന്താണ്, ഇവർക്ക് മൂവ്മെൻറ്റിന് സഹായിക്കാനായിട്ട് ഫ്ലജല്ല അല്ലെങ്കിൽ സീലിയ പോലെയുള്ള പ്രത്യേക തരത്തിലുള്ള അതായത് പ്രത്യേക തരത്തിലുള്ള കുറേ അപ്പാരറ്റസ് എന്നല്ല കുറേ ഓർഗനൽസ് ഉണ്ടായിരിക്കും. ചിലതിൻ്റെ വാലിൻ്റെയൊക്കെ അറ്റത്തായിട്ട് അല്ലെങ്കിൽ ചില ഓർഗാനിസത്തിനെ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ വാലെന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു സെല്ലിൻ്റെ ഒരു ഇത് വെച്ചിട്ടങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ പോലത്തെ അതായത് ഒരു സെല്ല് ഇതാണെങ്കിൽ സെല്ലിൽ നിന്ന് കാണുന്ന ഫ്ലജല്ല പോലുള്ളത് അല്ലെ സെല്ലിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സീലിയ പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഈ പ്രോട്ടിസ്റ്റ വിഭാഗത്തിൽ പെടുന്നവർക്ക് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രോട്ടിസ്റ്റകൾ അലൈംഗിക രീതിയിലൂടെയാണ് അലൈംഗിക രീതിയിലൂടെ നമ്മളറിയാം സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയും അല്ലാതെ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയും പുതിയ ഒരു തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാരാണ്. ലൈംഗിക പ്രജനനവും നടക്കും, അതേപോലെ തന്നെ അലൈംഗിക പ്രജനനവും ഇവർക്കുണ്ട്. സെക്ഷലും അസെക്ഷലുമായിട്ടുള്ള രീതിയിൽ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യുൽപാദനം നടത്തുന്നുണ്ട്. അപ്പോൾ പ്രോട്ടിസ്റ്റയുടെ കേസിൽ പറയുമ്പോൾ ഇവർ മജോറിറ്റി ആൾക്കാരും യൂക്യാരിയോട്സ് ആണ് വരുന്നത്. ഇവർക്ക് സീലിയോ അല്ലെങ്കിൽ ഇവർക്ക് ഫ്ലജല്ല പോലെയുള്ള സ്ട്രക്ചറോ കാണും. അതേപോലെ തന്നെ ഇവർ അലൈംഗിക പ്രത്യുൽപാദനവും കാണിക്കുന്നുണ്ട്, ലൈംഗിക രീതിയിലുള്ള പ്രത്യുൽപാദനവും കാണിക്കുന്നുണ്ട്. അപ്പം പ്രോട്ടിസ്റ്റയുടെ ഒരു 4 ക്യാരക്ടേഴ്സ് ജനറൽ ക്യാരക്ടേഴ്സ് നോക്കി വെച്ചാൽ മജോറിറ്റി അവർ ജലത്തിൽ വസിക്കുന്നവരാണ് അല്ലെ ജലത്തിൽ താമസിക്കുന്നവരാണ് അല്ലെ ജലത്തിൽ കാണുന്നവരാണ്. അതേപോലെ തന്നെ ഇവർക്ക് സീലിയ ഫ്ലജല്ല പോലെയുള്ള സ്ട്രക്ചർ ഉണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല ഇവർക്ക് സെക്ഷലുമായിട്ടുള്ള റീപ്രൊഡക്റ്റീവ് രീതി അല്ലെങ്കിൽ പ്രത്യുൽപാദന രീതി കാണിക്കുന്നവരാണ് നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്ന ആൾക്കാർ. ഇതിനകത്ത് കുറച്ച് ഗ്രൂപ്പുകൾ, അതായത് ഇതിനകത്ത് ഉൾപ്പെടുന്ന കുറച്ച് ഗ്രൂപ്പുകളെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് എടുത്ത് നോക്കാം. കാരണം അതിന് കുറച്ച് അതായത് എക്സാമ്പിൾസ് വരുമ്പം നിങ്ങൾക്ക് എഴുതാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കഴിഞ്ഞ തവണത്തെ HSN നാച്ചുറൽ സയൻസ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് ചോദിച്ചിട്ടുമുണ്ട്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ മതി, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ആദ്യം വരുന്ന ആൾക്കാരാണ് ക്രിസോഫൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. ക്രിസോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡയറ്റംസ്, ആൽഗകൾ തുടങ്ങിയവയൊക്കെ ഡെസ്നിറ്റ്സ് പോലെയുള്ള ആൾക്കാരൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ക്രിസോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസോഫൈറ്റ്സിലുള്ള ഡയറ്റംസ് ഉണ്ട്, അതേപോലെ സുവർണ ആൽഗകൾ അല്ലെ ഡെസ്നിറ്റ്സ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉൾപ്പെടുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ ക്രിസോഫൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇവരിൽ കൂടുതൽ എന്താണ്, സൂക്ഷ്മജീവികളാണ്, മൈക്രോസ്കോപ്പിക് ആണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിലുള്ള സൂക്ഷ്മജീവികൾ അടങ്ങിയ പ്ലാങ്ക്ടൺസ് എന്ന് കേട്ടിട്ടില്ലേ. ആ പ്ലാങ്ക്ടൺസ് ഒക്കെ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഈ പറയുന്ന ക്രിസോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഏത് ഗ്രൂപ്പിലാണ്, ഏത് കിങ്ഡത്തിലാണ്, കിങ്ഡം പ്രോട്ടിസ്റ്റയിലുള്ള അത് പ്ലാങ്ക്ടൺസിൻ്റെ ഒക്കെ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരെല്ലാം വരുന്നത് ഈ ക്രിസോഫൈറ്റ്സ് അല്ലെ കിങ്ഡം പ്രോട്ടിസ്റ്റയിലാണ് വരുന്നത്. പിന്നെ ഈ ഡയാറ്റമുകളുടെ നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, ഇതിൻ്റെ കൂട്ടത്തിൽ ഡയറ്റംസ് ഉണ്ട്, സുവർണ ആൽഗകളുണ്ട്, അതേപോലെ തന്നെ ഇവ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പ്ലാങ്ക്ടൺസിൻ്റെ കൂട്ടത്തിലാണ് വരുന്നത്. ഈ പറയുന്ന ഡയറ്റംസിൻ്റെയൊക്കെ കോശഭിത്തി, അതായത് ഡയറ്റംസിൻ്റെയൊക്കെ കോശം അതിൻ്റെ ഭിത്തി ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്ക കൊണ്ടുള്ള ഇതുകൊണ്ടാണ്. ഈ സിലിക്കയൊക്കെ അതായത് ഈ ഡയറ്റംസ് നശിച്ചു പോയാലും ഇതിൻ്റെ കോശഭിത്തി അല്ലെങ്കിൽ ഈ സിലിക്ക നിർമ്മിതമായിട്ടുള്ള കോശഭിത്തി വർഷങ്ങളോളം നശിക്കാതെ ഇരിക്കുകയും എവിടെയെങ്കിലുമൊക്കെ പോയി അടിഞ്ഞ് ഡയറ്റമിക് മണ്ണ് അല്ലെങ്കിൽ ഡയറ്റമീഷ്യസ് എർത്ത് എന്ന് പറയുന്ന ഒരു ഇത് കിട്ടും. കോശഭിത്തിയുടെ ഭാഗങ്ങളടങ്ങിയ ഡയറ്റമീഷ്യ, അതുകൂടി വർഷങ്ങൾ വേണം. ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് നടക്കുന്നതല്ല. ഈ ഡയറ്റംസ് നശിച്ച് കഴിയുമ്പോൾ ഇവ സിലിക്ക നിർമ്മിതമായ തോട് കൊണ്ടായതുകൊണ്ട് ഇവരുടെ ആ ഷെല്ല് അല്ലെ ആ സിലിക്ക നിർമ്മിതമായ തോട് നശിക്കാതെ കുറേ നാളുകളോളം അടിഞ്ഞിരുന്നിട്ടാണ് ഡയറ്റമീഷ്യസ് എർത്ത് അല്ലെങ്കിൽ ഡയാറ്റമിക മണ്ണെന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ ഉണ്ടാകുന്നത്. ഈ ഡയാറ്റമിക് മണ്ണ് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, തരികൾ, ചെറിയ തരികൾ പോലുള്ളത് കൊണ്ട് ഇത് പോളിഷ് ചെയ്യാൻ
എണ്ണ ശുദ്ധീകരണത്തിന് സിറപ്പ് ഉണ്ടാക്കാനൊക്കെ ആയിട്ടും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഡയറ്റമീഷ്യസ് മണ്ണ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഡയറ്റമിൻ്റെ ഒരു വെറൈറ്റിയുടെ ജസ്റ്റ് ഒരു പിക്ചർ എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഡയറ്റംസ് ആണ് ഈ പറയുന്ന സമുദ്രത്തിലെ ഏറ്റവും വലിയ ഉത്പാദകർ, പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ അല്ലേ. അവരൊക്കെ ഓട്ടോട്രോപ്സ് ആയിരിക്കും. അപ്പോൾ അവരാണ് സമുദ്രത്തിൽ ഏറ്റവും കൂടുതൽ എനർജി പ്രൊഡക്ഷൻ ഒക്കെ നടത്തുന്ന ആൾക്കാർ ഈ ഡയറ്റംസ് എന്ന് പറയുന്ന ആൾക്കാരാണ്. സോ ക്രിസോഫൈറ്റ്സിൻ്റെ ഗ്രൂപ്പ്, അതായത് നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ ഒരു ഗ്രൂപ്പാണ് ക്രിസോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അതിനകത്താണ് ഡൈറ്റംസ്, ഡെസ്നിറ്റ്സ് അല്ലെ സുവർണ ആൽഗകൾ എന്നൊക്കെ പറയുന്ന അല്ലെ പ്ലാങ്ക്ടൺസ് പോലെയുള്ള ചെറിയ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസംസ് വരുന്നത്. ഈ പറയുന്ന ഡൈറ്റംസിൻ്റെ പുറന്തോട് സിലിക്ക നിർമ്മിതമായ പുറന്തോട് ഉള്ളത് താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതണം അല്ലേ. കാരണം ഇനി അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ആർത്രോപോഡ്സിൻ്റെയൊക്കെ കാര്യം പറയാം. അവർക്ക് കൈറ്റ്നസ് എക്സോസ്കെൽറ്റൺ ആണ് വരുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം സിലിക്ക നിർമ്മിതമായ പുറന്തോടുള്ള ഡൈറ്റംസ് എന്ന് പറയുന്ന ആൾക്കാർ ഇവരുടെ ബോഡി ശതകോടി വർഷത്തോളം അടിഞ്ഞു കിടന്നാണ് ഡൈറ്റമിക് മണ്ണെന്ന് പറഞ്ഞാൽ ഡൈറ്റമീഷ്യസ് എർത്ത് എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടാകുന്നത്. ഈ പറയുന്ന ഡൈറ്റമീഷ്യസ് എർത്ത് നമുക്ക് എന്ത് ചെയ്യാം? സിറപ്പ് ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ എണ്ണ ശുദ്ധീകരിക്കുന്നതിനും പോളിഷ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സമുദ്രത്തിലെ ഏറ്റവും വലിയ ഉത്പാദകരാണ് ഡയറ്റമുകൾ എന്ന് നമുക്ക് പറയാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഡൈനോഫ്ലാജലേറ്റ്സ്. ഡൈനോഫ്ലാജലേറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ അവർക്ക് 2 ഫ്ലാജല്ല ഉണ്ടായിരിക്കും, ഒരു ഫ്ലാജല്ല ഇങ്ങനെ. അതായത് ഡൈനോഫ്ലാജലേറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഒരു ഇതാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ വേറൊരു ഫ്ലാജല്ല, അങ്ങനെ വരുന്ന ഒരു സ്ട്രക്ചറൊക്കെ ഉള്ള ആൾക്കാരാണ് ഡൈനോഫ്ലാജലേറ്റ്സ് എന്ന് പറയുന്നത്. മിക്കവാറും സമുദ്രത്തിൽ കാണുന്ന ഈ ജീവികൾ പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ളവരാണ്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഫോട്ടോസിന്തസിസ് നടത്തുന്നുണ്ട്. എന്തിനാണ് ഫോട്ടോസിന്തസിസ്? അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ്, അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അവർ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാരാണ്. സോ മജോറിറ്റി ഡൈനോഫ്ലാജലേറ്റ്സ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തറ്റിക് ആണ്. അതേപോലെ തന്നെ കോശത്തിലടങ്ങിയ വർണ്ണവസ്തുവിനെ ഇവ മഞ്ഞ, പച്ച, തവിട്ട്, ചുവപ്പ് നിറങ്ങളിൽ കാണുന്നു. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കോശത്തിൽ കുറേ വർണ്ണവസ്തുക്കളുണ്ട്. അപ്പോൾ ഈ വർണ്ണവസ്തുക്കൾ എന്ത് ചെയ്യും? ഈ പറയുന്ന പ്രോട്ടിസ്റ്റുകൾ കുറേ ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടുണ്ടാവും, അല്ലെ ആദ്യം ഒരു പ്രോട്ടിസ്റ്റ് ഉണ്ടാവണം, ഇവരൊരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യുകയും ആ ഗ്രൂപ്പായിട്ടുള്ള ഫോമിൻ്റെ അതിനകത്തുള്ള ആ പിഗ്മെൻറ്റ്സ് അല്ലെ വർണ്ണവസ്തുവിൻ്റെ കളറിൽ ഈ പറയുന്ന സമുദ്രത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കോശഭിത്തിക്ക് പുറമെ ഉറപ്പുള്ള സെല്ലോസ് പാളികൾ കാണപ്പെടുന്നുണ്ട്. മിക്കവാറും എല്ലാ ഡൈനോഫ്ലാജലേറ്റ്സിനും 2 ഫ്ലാജല്ല ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഡൈനോഫ്ലാജലേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് അതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അല്ല, എന്നാലും ഓർത്ത് വെച്ചേക്കുക. ഡൈനോഫ്ലാജലേറ്റ്സിന് 2 ഡൈ എന്ന് പറയുമ്പോൾ 2 ഫ്ലാജല ഉണ്ട്. അത് കഴിഞ്ഞ് ചുവന്ന ഡൈനോഫ്ലാജലേറ്റുകൾ അഥവാ ഗോണിയോലെക്സ്, ഈ ഒരു വാക്ക് ഓർത്ത് വെച്ചേക്കണം. അതായത് നമ്മുടെ സമുദ്രത്തിൽ റെഡ് ടൈഡ്സ് ഉണ്ടായി അല്ലെ ബ്ലൂ ടൈഡ്സ് ഉണ്ടായി എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഈ സമുദ്രത്തിൽ ഉണ്ടാകുന്ന റെഡ് ടൈഡ്സ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഗോണിയോലെക്സ് എന്ന് പറയുന്ന നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്ന ഡൈനോഫ്ലാജലേറ്റ്സ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരായിട്ടുള്ള ഗോണിയോലെക്സ്. ഇവരാണ് റെഡ് ടൈഡ്സ് ഉണ്ടാക്കുന്നത്. മിക്കപ്പോഴും തീർച്ചയായും വിഭജിക്കുകയും സമുദ്രജലത്തെ ചുവപ്പ് നിറത്തിലാക്കുകയും ചെയ്യുന്നു. അല്ലെ ചുവന്ന തിലമാര അഥവാ റെഡ് ടൈഡ്സിന് കാരണമായിട്ടുള്ള ആൾക്കാരാണ് ഗോണിയോലെക്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം, മറന്നു പോകരുത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഈ ഗോണിയോലെക്സ് വിഭാഗത്തിൽപ്പെട്ടവർ ഒരു സമുദ്രത്തിൽ വരുവാണെങ്കിൽ പെട്ടെന്ന് റാപ്പിഡ് ആയിട്ടുള്ള ഇവർക്ക് ഡിവിഷൻ സംഭവിച്ചിട്ട് ആ നമ്മുടെ തിരമാലകൾ നോക്കുമ്പോൾ റെഡ് കളറിൽ കാണപ്പെടും. അപ്പോൾ റെഡ് കളറിലുള്ള തിരമാലകൾക്ക് കാരണമാകുന്ന ആരാണ്? ഈ പറയുന്ന ഗോണിയോലെക്സ് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത, അതുകൊണ്ട് ഇവരെ പ്രത്യേകിച്ചൊന്നും വിളിക്കുന്നില്ല, ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ഓർത്ത് വെച്ചുകൂടുക. റെഡ് ടൈഡ്സിന് കാരണമായിട്ടുള്ള ആൾക്കാരാണ് ഡൈനോഫ്ലാജലേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന നമ്മുടെ ആരാണ്? ഗോണിയോലെക്സ് എന്ന് പറയുന്ന ആൾക്കാർ. ജീവികളുടെ വലിയ കൂട്ടം ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കൾ മത്സ്യങ്ങളെ പോലുള്ള മറ്റ് കടൽ ജീവികൾക്കും ദോഷകരം അല്ല, അവരെ കൊല്ലാൻ പോലും പറ്റുന്നു. ഈ ഗോണിയോലെക്സ് പോലെയുള്ള അതേപോലെ ഈ കളർ ഡൈനോഫ്ലാജലേറ്റ്സിൻ്റെ ഗ്രൂപ്പിലുള്ള പിഗ്മെൻറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്ന കുറേ ഗ്രൂപ്പുകളുണ്ട്. അവരെന്ത് ചെയ്യുക? നമ്മുടെ സമുദ്രത്തിൽ കുറേ പിഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷവസ്തുവിനെ ഉൽപ്പാദിപ്പിക്കുവാനൊക്കെ അവർക്ക് പറ്റും. അവർ സമുദ്രത്തിലുള്ള ബാക്കിയുള്ള ജീവികളെ കൊല്ലാൻ പോലും പറ്റുന്ന രീതിയിലുള്ള വിഷവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ് ഡൈനോഫ്ലാജലേറ്റ്സ് എന്ന് പറയുന്ന ഗോണിയോലെക്സിനെ ഓർത്ത് വെച്ചേക്കാം.
നെക്സ്റ്റ് ആണ് യൂഗ്ലിനോയിഡ്സ്. നമ്മൾ കുഞ്ഞിലേക്ക് മുതലേ കേൾക്കുന്നതാണല്ലേ, യൂഗ്ലിനോയിഡ്സിനെയൊക്കെ വരച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. മിക്കവാറും യൂഗ്ലിനോയിഡുകൾ കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിൽ കാണപ്പെടുന്നവയാണ്. ശുദ്ധജലത്തിൽ കാണപ്പെടുന്നു. ഇതുവരെ നമ്മൾ പറഞ്ഞെല്ലാം മറൈനായിട്ടുള്ളതായിരുന്നു അല്ലേ, സമുദ്രജലത്തിൽ കാണപ്പെടുന്നതായിരുന്നു. യൂഗ്ലിനോയിഡ്സ് എവിടെയാണ്? ശുദ്ധജലത്തിലാണ് കാണപ്പെടുന്നത്. കോശഭിത്തിക്ക് പകരം മാംസ്യസമ്പന്നമായ പെല്ലിക്കിളാണ് ഇവർക്കുള്ളത്. എന്നാൽ പാളിയുള്ളത് കൊണ്ട് ഇവരുടെ കോശസ്തരം വഴക്കമുള്ളതായിരിക്കും. അപ്പോൾ ഈ യൂഗ്ലിനോയിഡ്സ് ഇതുവരെ നമ്മൾ പറഞ്ഞവർക്കൊക്കെ കോശഭിത്തിയുണ്ട്, വ്യക്തമായിട്ടുള്ള മർമ്മമുള്ള കോശസ്തരമുള്ള ആൾക്കാരാണ് അല്ലേ. ഇവർക്ക് പക്ഷേ കോശഭിത്തിക്ക് പകരം പെല്ലിക്കിൾ എന്ന് പറയുന്ന ഒരു ആവരണമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ ബോഡിക്ക് കുറച്ച് വഴക്കം കൊടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇവയ്ക്ക് എന്താണ്, 2 ഫ്ലജല്ല ഉണ്ട്. ഇതിനകത്ത് ഫ്ലജല്ല കാണുന്നില്ല. യൂഗ്ലിനോയിഡ്സിൻ്റെ ഒരു സ്ട്രക്ചർ ഏകദേശം ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. യൂഗ്ലിനോയിഡ് അതിന് 2 ഫ്ലജല്ല ഉണ്ടായിരിക്കും. ഒരെണ്ണം നീളം കുറഞ്ഞതും ഒരെണ്ണം നീളം കൂടിയതും ആയിരിക്കും. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രകാശ സംശ്ലേഷണം കാണിക്കും. സൂര്യപ്രകാശം ഇല്ലാത്തപ്പോൾ ഇവർ മറ്റുള്ള ജീവികളെ ഭക്ഷിച്ചിട്ട് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പാണ് യൂഗ്ലിനോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏതൊക്കെ ഗ്രൂപ്പ്? ക്രിസോഫൈറ്റുകളെ പറഞ്ഞു, അത് കഴിഞ്ഞ് ഡൈനോഫ്ലജലേറ്റ്സിനെ പറഞ്ഞു, അടുത്താണ് യൂഗ്ലിനോയിഡ്സ്. യൂഗ്ലിനോയിഡ്സിന് എക്സാമ്പിളാണ് യൂഗ്ലീന എന്ന് പറയുന്ന ജീവി. നെക്സ്റ്റ് ആണ് സ്ലൈം മോൾസ് ഇല്ലേ. സ്ലൈം മോൾസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്ന ഒരു ഗ്രൂപ്പാണ് സ്ലൈം മോൾസ് എന്ന് പറയുന്നത്. ഇവ ശവോപജീവികളാണ്. ശവോപജീവികൾ അഥവാ സാപ്രോഫൈറ്റ്സുകൾ. സാപ്രോഫൈറ്റ്സ് അഴുകിയ അഴുകിയ ചെടികളിലൊക്കെ കയറി, അല്ലെങ്കിൽ ചെടികളുടെയൊക്കെ അഴുകിയ ഭാഗത്തൂടെ പോയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഫുഡൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് ഈ സ്ലൈം മോൾസ് എന്ന് പറയുന്ന ശവോപജീവികൾ എന്ന് വിളിക്കുന്ന ആൾക്കാർ. ഇവ അഴുകിയ സസ്യങ്ങളിലൂടെ ഇലാകാണ്ഡം തുടങ്ങിയവയിലൂടെ സഞ്ചരിച്ച് ജൈവ പദാർത്ഥങ്ങളെ ആഗിരണം ചെയ്യുന്നു. അനുകൂല സാഹചര്യങ്ങളിൽ ഇവ കൂടി ചേർന്ന് അധികം സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഈ കൂട്ടത്തെ പ്ലാസ്മോഡിയം എന്ന് പറയുന്നു. ഓക്കെ, ഈ സ്ലൈം മോൾസിൻ്റെ കൂട്ടത്തിലാണ് പ്ലാസ്മോഡിയം രൂപീകരണം എന്ന് പറയുന്നത്. പ്ലാസ്മോഡിയം വിവാക്സ് നമുക്കിനി പഠിക്കാനുണ്ട്. എന്നാലും ഇവിടെ ഓർക്കുക, ഇതെന്ത് ചെയ്യും? അനുകൂല സാഹചര്യം ആകുമ്പോൾ ഇവരിങ്ങനെ ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യും. അതിനെയാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. പ്രതികൂല സാഹചര്യങ്ങളിൽ പ്ലാസ്മോഡിയത്തിന് രൂപമാറ്റം സംഭവിച്ച് അഗ്രഭാഗത്ത് രേണുക്കൾ വഹിക്കുന്ന ഫ്രൂട്ടിംഗ് ബോഡീസ് ആയിട്ട് മാറും. ഓക്കെ, അഗ്രഭാഗത്ത് രേണു, അതായത് അനുകൂല സാഹചര്യം ആകുമ്പോൾ ഇവർ റാപ്പിഡായിട്ട് വിഭജിച്ച് പ്ലാസ്മോഡിയം ഉണ്ടാകുന്നു. പക്ഷേ പ്രതികൂല സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യും? ഇവരുടെ അറ്റത്ത് അതായത് നമ്മുടെ ഫ്രൂട്ടിംഗ് ബോഡി സ്പോസ് പോലെയുള്ള സ്ട്രക്ചർ ഉണ്ടാകും, രേണുക്കൾ പോലെയുള്ള സ്ട്രക്ചർ ഉണ്ടാകും. ഈ രേണുകൾക്ക് എത്ര വർഷങ്ങൾ വേണമെങ്കിലും എന്താണ് ഒരു മാറ്റവും സംഭവിക്കാതെ, അല്ല നശിച്ചു പോകാതെ അങ്ങനെ തന്നെ നിൽക്കാൻ കഴിവുള്ളവയാണ്. പിന്നീട് എപ്പോഴാണോ അനുകൂലമായ സാഹചര്യം വരുന്നത് അപ്പോൾ ഈ സ്പോസ് അല്ലെങ്കിൽ രേണുക്കൾ പൊട്ടിയിട്ട് ഇവ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം രേണുക്കൾക്ക് യഥാർത്ഥ കോശഭിത്തി കാണപ്പെടുന്നു. ഇവ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിവുള്ളവയും അനേക വർഷം നിലനിൽക്കുന്നവയുമാണ്. രേണുക്കളുടെ വിതരണം കാറ്റിലൂടെയാണ് നടക്കുന്നത്. കാറ്റിലൂടെയൊക്കെ നടന്ന് കുറേ നാൾ കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ വർഷങ്ങളോളം അതങ്ങനെ കിടന്നതിന് ശേഷം ചിലപ്പോൾ അവർക്ക് കറക്റ്റായിട്ടുള്ളൊരു സാഹചര്യം വരുമ്പോൾ അവരവിടെ വീണ്ടും ഗ്രോ ചെയ്ത് പ്ലാസ്മോഡിയമായിട്ട് മാറും. സോ ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്താ പറയുക, സ്ലൈം മോൾസ് വിഭാഗത്തിൽ വരുന്ന ആൾക്കാരാണ്. ഇവരുടെ കാര്യത്തിൽ ഏറ്റവും ഓർത്തിരിക്കേണ്ട ഇവർ ശവോപജീവികളാണ്. അതേപോലെ തന്നെ ഇവർക്ക് എന്താണ് അനുകൂല സാഹചര്യം വരുമ്പോൾ റാപ്പിഡായിട്ട് അല്ലെങ്കിൽ ക്രമാനുഗതമായിട്ട് എന്ത് ചെയ്യാം, വിഭജിച്ചിട്ട് പ്ലാസ്മോഡിയമായിട്ട് മാറാൻ, അല്ലെ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ രൂപപ്പെടുത്താൻ, അല്ലെ പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗ്രൂപ്പ് ആകാനുള്ള ഒരു കഴിവുള്ളവയാണ് ഈ സ്ലൈം മോൾസ് വിഭാഗത്തിൽ വരുന്നത്. ഓക്കെ, ഇതിൽ നമ്മുടെ ഡൈനോഫ്ലാജലേറ്റ്സിനെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം, ഗോണിയോലക്സിനെ ഓർത്ത് വെച്ചേക്കണം, റെഡ്ടൈഡ്സിനെ ഓർത്ത് വെച്ചേക്കണം. പിന്നെ ഈ ഡയറ്റംസ് കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്, എന്നാലും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്തൊരു ഗ്രൂപ്പാണ് പ്രോട്ടോസോവൻസ്. ഈ പ്രോട്ടോസോവൻസ് എന്നറിയാമല്ലേ, പ്രോട്ടോസോവകൾ എന്ന് പറയുന്നത് നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്നതാണ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. എല്ലാ പ്രോട്ടോസോവകളും പരപോഷികളാണ്, മറ്റുള്ള ജീവികളെ ആശ്രയിച്ച് ജീവിക്കുന്ന, അല്ലെ പാരസൈറ്റ്സ് പോലെയുള്ള ആൾക്കാരാണ്. അവ ഇരപിടിയന്മാരോ പരാതങ്ങളായോ ജീവിക്കുന്നു. പിന്നെ ഇവ ജന്തുക്കളുടെ പൂർവ്വ ബന്ധുക്കളാണെന്ന് പറഞ്ഞു. ഈ പ്രോട്ടോസോവൻസിനെയാണ് ആനിമൽസിൻ്റെ ബന്ധുക്കളാണെന്ന് അറിയപ്പെടുന്ന ആൾക്കാരാണ്. പ്രധാനമായും 4 തരത്തിലുണ്ട്. ഫസ്റ്റ് വണ്ണാണ് അമീബോയിഡ് പ്രോട്ടോസോവൻസ് എന്ന് പറയുന്ന ആൾക്കാർ. ഇവർ ജന്തുക്കളുടെ ബന്ധുക്കളാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവ ശുദ്ധജല, സമുദ്രജല, ഈർപ്പമുള്ള മണ്ണ് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. ചലിക്കുന്നതിന് ഇരപിടിക്കുന്നതിനും കപടപാദങ്ങളുണ്ട്. അമീബോയിഡ്സിന് കപടപാദങ്ങളുണ്ട്. നമുക്കറിയാം അമീബയുടെയൊക്കെ കേസിലൊക്കെ നമുക്കറിയാം അല്ലേ, കപടപാദങ്ങളാണ്. സ്യൂഡോപോഡിയ എന്ന് പറയുന്ന സ്ട്രക്ചർ അമീബോയിഡ് പ്രോട്ടോസോവൻസിനുണ്ട്. എക്സാമ്പിളാണ് അമീബ.
നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ് അല്ലേ, നേരത്തെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ സമുദ്രജലത്തിൽ കാണുന്ന സിലിക്ക നിർമ്മിതമായ പുറന്തോടുണ്ട്. അഥവാ ഈ അമീബോയിഡ് പ്രോട്ടോസോവൻസ് ശുദ്ധജലത്തിലുള്ളവരുണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ, ഇവർ സമുദ്രജലത്തിലുള്ളത് ഈ ഈർപ്പമുള്ള സ്ഥലത്തും കാണപ്പെടുന്നുണ്ട്. സമുദ്രജലത്തിൽ കാണപ്പെടുന്ന അമീബോയിഡ് പ്രോട്ടോസോവൻസിന് എന്തുണ്ട്, അവർക്ക് സിലിക്ക നിർമ്മിതമായിട്ടുള്ള പുറന്തോടുണ്ട്. സിലിക്ക നിർമ്മിതമായിട്ടുള്ള പുറന്തോടുള്ള ഡയറ്റംസിൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞിരുന്നുണ്ട്. സമുദ്രത്തിൽ കാണുന്നവർക്കാണെങ്കിൽ സിലിക്ക നിർമ്മിതമായിട്ടുള്ള പുറന്തോടുണ്ട്. അതിന് എക്സാമ്പിളാണ് എൻഡമീബ. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ള ഒരു സാധനമാണ്. അപ്പം സ്യൂഡോപോഡിയ അല്ലെങ്കിൽ കപടപാദങ്ങളുള്ള അമീബോയിഡ് പ്രോട്ടോസോവൻസ് മജോറിറ്റിയും അവർക്ക് ശുദ്ധജലത്തിൽ കാണുന്നവരെ അമീബ എന്ന് പറയുന്നു. സമുദ്രജലത്തിൽ കാണുന്ന സിലിക്ക നിർമ്മിതമായ പുറന്തോടുകളോട് കൂടിയ പ്രോട്ടോസോവൻസ് അമീബോയിഡ് പ്രോട്ടോസോവൻസ് ആണ് നമ്മുടെ എൻഡമീബ എന്ന് പറയുന്ന ആളോ. എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. നെക്സ്റ്റ് ആണ് ഫ്ലാജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ്. ഫസ്റ്റ് പറഞ്ഞു അമീബോയിഡ് പ്രോട്ടോസോവൻസ്, നെക്സ്റ്റ് ഫ്ലാജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, സ്വതന്ത്രമായി ജീവിക്കുന്നവയോ പരാതങ്ങളോ ആണ് ഈ വിഭാഗത്തിൽപ്പെട്ട ജീവികൾക്ക് എന്തുണ്ട്, ഫ്ലാജല്ല ഉണ്ട്. അമീബോയിഡ് പ്രോട്ടോസോവൻസ് ആണെങ്കിൽ അവർക്ക് മിക്കവാറും ഉള്ളവർക്ക് സ്യൂഡോപോഡിയ ഉണ്ട്. ഫ്ലാജല്ലേറ്റഡ്സ് ആണെങ്കിൽ ഫ്ലാജല്ലേറ്റഡ് പ്രോട്ടോസോവൻസിനാണ് അവർക്ക് ഫ്ലാജല്ല ഉണ്ടായിരിക്കും. ഇവരാണ് സ്ലീപ്പിംഗ് സിക്നസ് പോലെയുള്ള അസുഖങ്ങൾക്ക് കാരണമായ പരാതങ്ങളാണ്. അതായത് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടല്ലേ, ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന ട്രെപ്പാനോസോമ ഗാംബിയൻസ് എന്ന് പറയുന്ന ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ഈ പറയുന്ന ഫ്ലാജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത്. സോ അവർക്ക് ഫ്ലാജല്ല ഉണ്ട്. സ്ലീപ്പിംഗ് സിക്നസ് പോലെയുള്ള രോഗങ്ങൾ വരുത്താൻ കാരണമായിട്ടുള്ളവയാണ്. അതിന് എക്സാമ്പിളാണ് ട്രൈപ്പാനോസോമ. ട്രൈപ്പാനോസോമ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്, എന്നാലും ഒന്ന് ഓർത്ത് വെക്കുക. ഫ്ലാജല്ലേറ്റഡ് പ്രോട്ടോസോവൻസിന് എക്സാമ്പിളാണ് നമ്മുടെ ട്രിപ്പാനോസോമ എന്ന് പറയുന്ന, അല്ലെ ട്രൈപ്പാനോസോമ എന്ന് വിളിക്കുന്ന ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസിന് കാരണമാകുന്ന പാരസൈറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോട്ടോസോവൻസ് എന്ന് പറയുന്ന ആൾക്കാർ. ഓക്കെ, നെക്സ്റ്റ് ആണ് സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ്. ഇത് നമുക്ക് പറയുമ്പോൾ മനസ്സിലാവും ഇവരുടെ ഒരു ലോക്കോമോട്ടറി ഓർഗൻ്റെ ബേസിസിലാണ് അല്ലേ, അവർക്ക് സഞ്ചരിക്കാനുള്ള ഇതിൻ്റെ ബേസിസിലാണ് ക്ലാസിഫിക്കേഷൻ. തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അമീബോയിഡ് ആണെങ്കിൽ അവർക്ക് സ്യൂഡോപോഡിയ ഉണ്ട്. രണ്ടാമത്തെ ഫ്ലാജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ് ആണെങ്കിൽ അവർക്ക് ഫ്ലാജല്ല ഉണ്ട്. നെക്സ്റ്റ് എന്താണ്, സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ്. അപ്പോൾ അവർ സീലിയയുടെ സഹായത്തോടു കൂടിയാണ് ചലിക്കുന്നത്. സജീവമായി ചലിക്കാൻ എന്തുണ്ട്, സീലിയ ഉണ്ട്. കോശോപരിതലത്തിൽ നിന്ന് പുറത്തേക്ക് തുറക്കുന്ന ഒരു ഗള്ളറ്റ് എന്ന് പറയുന്ന ഒരു അറയുണ്ട്. അതേപോലെ തന്നെ സീലിയ നിരകളുടെ ഏകോപന ചലനം വെള്ളത്തോടൊപ്പമുള്ള ഭക്ഷണത്തെ ഗള്ളത്തിനുള്ളിലേക്ക് കടത്തിവിടുന്നു. ഇതിന് ഉദാഹരണമാണ് പാരമീസിയം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ, പാരമീസിയത്തിൻ്റെ സ്ട്രക്ചർ ഒന്ന് ഓർത്ത് നോക്കി. ഇങ്ങനെ വരുന്ന പാരമീസിയം, ഇതിന് കുറേ സീലിയാസ് ഉണ്ട്. ഈ സീലിയ ഇങ്ങനെ അനങ്ങുന്നതിനനുസരിച്ചാണ് ഇവരുടെ മൂവ്മെൻറ്റിന് സഹായിക്കുന്നത്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ വരച്ചിട്ടുണ്ട് പാരമീസിയൊക്കെ അല്ലേ. ഈ സീലിയ ഇങ്ങനെ അനങ്ങുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇവർക്ക് മൂവ്മെൻറ്റ് സഹായിക്കും. മാത്രമല്ല കോശോപരിതലത്തിൽ നിന്ന് പുറത്തേക്ക് തുറക്കുന്ന ഒരു അറ പോലെയുള്ള സ്ട്രക്ചർ ഉണ്ട് അല്ലേ, ഗള്ളറ്റ് എന്ന് പറയുന്ന അറ പോലെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഈ സ്ട്രക്ചറിൻ്റെയൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ സീലിയയുടെ മൂവ്മെൻറ്റ് വഴി ചലനം നടക്കുന്നതിനോടൊപ്പം വെള്ളത്തിലുള്ള ആഹാര സാധനങ്ങൾ, ചെറിയ ചെറിയ ജീവികൾ, സാധനങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ളവർക്ക് പാരമീസിയത്തിന് ആവശ്യമായിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് എന്ത് ചെയ്യും, ഈ പറഞ്ഞ പാരമീസിയത്തിനുള്ളിലേക്കൊക്കെ കടക്കുന്ന എക്സാമ്പിളാണ് സീലിയേറ്റഡ് പ്രോട്ടോസോവൻസിന് എക്സാമ്പിളാണ് നമ്മുടെ പാരമീസിയം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്പോറോസോവകൾ എന്ന് പറയുന്നല്ലേ. സ്പോറോസോവൻസ് എന്ന് വിളിക്കുന്ന പ്രോട്ടോസോവൻസ് അവരെന്താന്ന് നോക്കിയാൽ രോഗം പരത്താൻ കഴിവുള്ള രേണുക്കൾ പോലെയുള്ള ജീവികൾ, സ്പോർ ലൈക്ക് സ്ട്രക്ചർ. അതായത് ചിലപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു അല്ലേ, പ്ലാസ്മോഡിയത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഇവരിങ്ങനെ സ്പോറ് പോലെ ഫോം ചെയ്യും. സ്പോറ് പോലെ ഫോം ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനകത്ത് തന്നെ ഇരിക്കും. എത്ര വർഷങ്ങളോളം വേണമെങ്കിലും ഇവർക്ക് ഈ പറയുന്ന സ്പോർസിനകത്ത് നിൽക്കാൻ പറ്റും. അനുകൂല സാഹചര്യം വരുമ്പോൾ ഈ സ്പോറ് പൊട്ടി പുറത്തേക്ക് വരുന്ന ആൾക്കാരെയാണ്, അങ്ങനെ സ്പോർ ലൈക്ക് ആയിട്ടുള്ള പ്രോട്ടോസോവൻസിനെയാണ് നമ്മൾ പറയുന്ന സ്പോറോസോവർ എന്ന് പറയുന്നത്, അല്ലെ സ്പോറോസോവൻസ് എന്ന് വിളിക്കുന്ന ആൾക്കാർ. മലമ്പനി പോലെയുള്ള രോഗങ്ങൾ വരുത്തുന്ന പ്ലാസ്മോഡിയം വിവാക്സ് പോലെയുള്ള ആൾക്കാർ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് ഇത് സ്പോറോസോവൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്, അല്ലേ സ്പോറോസോവകൾ എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഇവിടെ മലമ്പനി, മലേറിയ എന്ന മാരക രോഗത്തിന് കാരണമായ പ്ലാസ്മോഡിയം വിവാക്സ് അല്ലെങ്കിൽ പ്ലാസ്മോഡിയം മലേറിയൽ പാരസൈറ്റ് ഈ വിഭാഗത്തിൽ പെടുന്നുണ്ട്. അപ്പോൾ അമീബോയിഡ് പ്രോട്ടോസോവൻസ് പറഞ്ഞു, പിന്നെ ഏതായിരുന്നു, ഫ്ലാജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ് ഉണ്ട്, സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ഉണ്ട്, അതേപോലെ തന്നെ
നമ്മുടെ സ്പോറോസോവൻസ് ഉണ്ട്. അമീബോയിഡ് പ്രോട്ടോസോവൻസ് ആണ് സ്യൂഡോപോഡിയ വെച്ചിട്ടാണ് മൂവ് ചെയ്യുക. ഫ്ലജലേറ്റഡ് ആണെങ്കിൽ അവർ ഫ്ലജല്ല വെച്ച് മൂവ് ചെയ്യും. സീലിയേറ്റഡ് ആണെങ്കിൽ സീലിയ വെച്ചിട്ടാണ് മൂവ് ചെയ്യുക. ഇവർ സ്പോറോസോവൻസ് മജോറിറ്റി എന്താണ് സ്പോർസ് ഉണ്ടാക്കി അതിനകത്ത് വർഷങ്ങളോളം ജീവിക്കുന്ന ആൾക്കാരാണ് സ്പോറോസോവൻസ് എന്ന് പറയുന്നത്.